ഞാൻ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ് കേട്ടോ. അതായത് ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൈഡ് ഇന്ത്യൻ ഓഷ്യനും അടുത്ത സൈഡ് ബേ ഓഫ് ബംഗാളും ആണ്. അപ്പോൾ രണ്ട് സമുദ്രങ്ങൾ കൂടി ഒന്നാവുന്ന ജോയിൻ ആവുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി കേട്ടോ, ധനുഷ്കോടി ബീച്ച്. അപ്പൊ ഞാൻ കാണിച്ചു തരാം രണ്ട് ഓഷ്യൻസിന്റെ പ്രത്യേകതകൾ കാണിച്ചു തരാം കേട്ടോ. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഇന്ത്യൻ ഓഷ്യൻ കേട്ടോ. ഇന്ത്യൻ ഓഷ്യൻ്റെ അലകൾക്ക് കുറച്ച് സ്പീഡ് കൂടുതലാണ്, മാത്രമല്ല അതിൻ്റെ പ്രഷറും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ബൗണ്ടറി അവർ എല്ലാവരുടെയും കെട്ടിവെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറം ആൾക്കാർ പോകുന്നത് ഡേഞ്ചറസ് ആണ് എന്നാണ് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ബേ ഓഫ് ബംഗാൾ ഉണ്ട് കേട്ടോ. ബേ ഓഫ് ബംഗാൾ ഓഷ്യനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫറൻസ് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അലകൾക്ക് ഒട്ടും തന്നെ സ്പീഡില്ല, വളരെയധികം ശാന്തമായിട്ടുള്ളൊരു ഓഷ്യനാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇറങ്ങി കളിക്കുകയും മാത്രമല്ല അതിൻ്റെ അടുത്ത് കുറേ സാധനങ്ങൾ കച്ചവടം ചെയ്യലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അലകളുടെ ഫോഴ്സ് എന്ന് പറയുന്നതും പ്രഷർ എന്ന് പറയുന്നതൊക്കെ വളരെ കമ്മിയാണ്. ഏറ്റവും ഫോട്ടോസൊക്കെ എടുക്കാൻ ഏറ്റവും പ്രിഫറബിളായ ഏരിയ, ഒട്ടും ഡേഞ്ചറസ് അല്ലാത്തൊരു ഏരിയ എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാളിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ബേ ഓഫ് ബംഗാളും ഇന്ത്യൻ ഓഷ്യനും കൂടെ യോജിക്കുന്ന ഒരു പാർട്ടാണ് ധനുഷ്കോടി ബീച്ചിൻ്റെ ഏറ്റവും അറ്റത്തെ സ്ഥലം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഈ കാണുന്ന എക്യുപ്മെൻറ്റിലൂടെ നോക്കുന്ന സമയത്ത് നമുക്ക് ശ്രീലങ്ക ഇന്ത്യ ബോർഡർ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു വ്യക്തി അത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷൻ. 1964 സുനാമിയിൽ നശിച്ചുപോയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ.